ഫുൾ ലോൺ കൊടുക്കാം. ഇതൊരു 4000 റുപ്യ EMI ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ വണ്ടി ഉണ്ടാകാം എന്നുള്ളതാണ്. 4.5 ലക്ഷം രൂപ അത് ഫുൾ ലോൺ കേട്ടോ. 495 ഫുൾ ലോൺ ഡീസൽ വണ്ടിയാണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി കേട്ടോ. 45,000 കിലോമീറ്റർ. CVT ഓട്ടോമാറ്റിക് ആണ്. കംഫർട്ടും ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ലോ മെയിൻ്റനൻസ് വരുന്ന വാഹനം. ഫുൾ ഫിറ്റിംഗ്സിൽ ഓട്ടോമാറ്റിക്കലി വെറും 4000 കിലോമീറ്റർ പക്ക ഷോറൂം കണ്ടീഷൻ പറയാൻ പറ്റുന്ന വണ്ടി. നമ്മള് ബിറ്റോയിന്റെ ഒരു 3ാമത്തെ പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ ഏകദേശം നമുക്ക് അത്യാവശ്യം നല്ല ഹെവി വെഹിക്കിൾസ് ആണ്. ഫോർച്യൂണർ പോലെയുള്ള വാഹനങ്ങൾ, ക്രിസ്റ്റകളൊക്കെ ഫുൾ ഓണിലുണ്ടായിരുന്നു. അതേപോലെ നമുക്ക് സബ്ബോമീറ്റർ SUV-കളൊക്കെ ഉള്ള നല്ല കിഡ്ലൻ 2 പാർട്ടുകൾ കഴിഞ്ഞു പോയി. ഇത് നമുക്ക് പക്ക ബൈക്കിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഒരു ബൈക്കിന്റെ EMI-ലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒത്തിരി നല്ല വാഹനങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ സാധാരണക്കാരന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിൽ നമുക്കുള്ള നല്ലൊരു കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബിറ്റോയിൽ തന്നെയാണ്. കൂടെ നിന്ന് ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള അഫ്സൽക്ക വരി നമ്മളെ ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് നിങ്ങൾ. ഇത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടി. യെസ്. അപ്പോൾ നമ്മൾ നമ്മളെ അടിപൊളി ഗിവ് അവേ ഒക്കെ ഉണ്ട്. നമ്മൾ ഫെബ്രുവരി 10-നാണ് നമ്മളെ അതിൻ്റെ വിന്നറെ തിരഞ്ഞെടുപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണാൻ നമ്മൾ ബിറ്റോയിൻ്റെ പേജ് അല്ലെങ്കിൽ നിങ്ങൾ ഓർഡറിങ്ങിൻ്റെ പേജ് ജസ്റ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ട് ഫസ്റ്റ് നമുക്കൊരു ഇയോൺ എന്ന് തുടങ്ങാം അല്ലേ. ഇയോണൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് 1-2 വാഹനങ്ങളല്ല, പല കളർ ഓപ്ഷനിൽ തന്നെ നമുക്ക് പല വ്യത്യസ്ത പ്രൈസ് റേഞ്ചുള്ള വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് KL 65 തിരുവിടങ്ങാട് രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. ഇത് ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2012 മോഡൽ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 1,25,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പ്. അഫ്സൽക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? 1,400 1,400. അപ്പോൾ അതാണ് ഒരു ബൈക്കിന്റെ പ്രൈസേ വരുള്ളൂ. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 3,000-4,000 രൂപ ഒരു മാസം നമ്മൾ മാറ്റിയൊക്കെയാണെങ്കിൽ വണ്ടിയുടെ AC പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, നല്ല ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു 18-20 മൈലേജും കിട്ടും. അപ്പോൾ ട്രാക്ക് കാര്യങ്ങൾ ഒരു 10-20 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. 100% ഫുൾ ഓൺ തന്നെ കൊടുക്കാം അല്ലേ. ഫുൾ ഓൺ കൊടുക്കാം. ഒരു 10,000 രൂപ ഒരു മാസം മാറ്റി വെച്ച് നമുക്ക് വണ്ടി ഉണ്ടാവും. അടുത്താണ് കേൾട്ടർ രജിസ്ട്രേഷനിൽ തവണ ഒരു ഇയോൺ തന്നെയാണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ ഒരു 2 ഡോർ പവർ വിൻഡോ, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങൾ, ഒരു 90-95% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. ഇത് ഏതായിരുന്നു മോഡൽ? മാഗ്ന പ്ലസ്. ഇതിന്റെ ഫുൾ ലോഡ് വണ്ടിയാണ് അല്ലേ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 1,000 കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം അല്ലേ. ഇതൊരു 4,000 റുപ്യ EMI ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ വണ്ടി ഉണ്ടാകാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് നമുക്ക് നല്ല മൈലേജും അതും 70,000 കിലോമീറ്റർ. ഇതല്ല അതിന്റെ വൈറ്റ് ഫിനിഷിംഗ് വേണമെന്നുള്ളവർക്ക് ഇതാണോ KL 54 നമ്മളെ പൊന്നാനി രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2017 മോഡല്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, ബക്കറ്റ് സീറ്റ്സ്, അങ്ങനെ എല്ലാം ചെയ്തിട്ടുള്ള വണ്ടിയാണ്. 18-20 മൈലേജ് കിട്ടും. ഏതായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? 90,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണല്ലേ. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? 2,20 ഫുൾ ഓൺ ചെയ്യാം. ലോണിന് 10 രൂപ വണ്ടി ഇറക്കാം. അതേപോലെ തന്നെ ഒരു 5,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഒരു മന്ത്ലി നമ്മൾ മാറ്റിയേക്കണ ഈ വാഹനം കൊണ്ടുപോകാം. ഇത് വീണ്ടും നമുക്ക് ഗ്രേ ഫിനിഷിംഗ് ആണ്. ഇത് തിരൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 സിംഗിൾ ഓൺഷിപ്പ്. അഡീഷണൽ അലോയ്സ് കാര്യങ്ങൾ പക്ക ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കാര്യങ്ങൾ, AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, അതേപോലെ റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. സെൻസർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി അല്ലേ. 17 ക്വാളിറ്റി വണ്ടിയാണ്. അത്രയും ഗ്യാരണ്ടി പറയാം. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്ക്? 2,45 കൊടുക്കാം. 2,45 ഇറക്കാം. സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ. ഏകദേശം മന്ത്ലി EMI ഒരു 5,000-6,000 താഴെയുള്ള EMI നമുക്ക് വണ്ടി ഉണ്ടാവും അല്ലേ. അടുത്ത നമുക്ക് 2 സ്പോർട്ടി വെഹിക്കിൾ ആണ്. Elite i20ന്റെ സെക്കൻഡ് ജനറേഷൻ വൈറ്റ് ഫിനിഷിംഗ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2018 ഡീസൽ അല്ല വണ്ടി, പെട്രോൾ അല്ലേ. സോ മെയിൻ്റനൻസിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, അതേപോലെ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, ആൻഡ് റെസ്റ്റ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, നമുക്ക് അതേപോലെ റിയർലി AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 60,000 കിലോമീറ്റർ അല്ലേ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 4 ലക്ഷം രൂപ ഫുൾ ഓൺ കൊടുക്കാം. 4 ലക്ഷം രൂപ അത് ഫുൾ ഓണിൽ കേട്ടോ. അപ്പൊ 4 ലക്ഷം രൂപ ഫുൾ ഓണില്, അതും 60,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിളാ, സെക്കൻഡ് അല്ലേ. ഇതാ കൂടെ അതേപോലെ അതിന്റെ ഫസ്റ്റ് ജനറേഷൻ i20 കോഴിക്കോട് കൊടുവള്ളി വടകര രജിസ്ട്രേഷൻ ആണ്. 3322 നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്ന വണ്ടി. ഇതേതായിരുന്നു മോഡല് കാര്യങ്ങള്? 2016 സിംഗിൾ ഓൺഷിപ്പ്. 1,20 ഡീസൽ വണ്ടി അല്ലേ. പെർഫോമൻസും മൈലേജും
ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡില് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, കീലെസ് എൻട്രി, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സ് വരുന്ന ഒരു വാഹനം അല്ല. ഡീസൽ വണ്ടിയാണ്, മൈലേജ് കിട്ടും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 1 കറക്റ്റ് സർവീസുള്ള വണ്ടി അല്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 495 ഫുൾ ഓൺ കൊടുക്കാം. 495 ഫുൾ ഓൺ ഡീസൽ വണ്ടിയാണ്. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി കേട്ടോ. അടുത്തത് ഏറ്റവും കൂടുതൽ ആളുകൾ ലീവ് കഴിഞ്ഞാൽ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് ഹോണ്ടയുടെ അമേസ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2021 പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. 45,000 കിലോമീറ്റർ. CVT ഓട്ടോമാറ്റിക് ആണ്. കംഫർട്ടും ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ലോ മെയിൻ്റനൻസ് വരുന്ന വാഹനം. ആഡ് ഓൺ സിസ്റ്റം കാര്യങ്ങൾ, എയർ ബാഗ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന വണ്ടിയാണ് അല്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റൂത്? നമുക്ക് 6 ലക്ഷം രൂപ ഫുൾ ഓൺ കൊടുക്കാം. 6 ലക്ഷം രൂപ, അതും ഫുൾ ഓണിൽ കേട്ടോ. അടുത്താണ് ഒരു ഹോണ്ട സിറ്റി. അതിന്റെ നേരെ ജ്യേഷ്ഠനാണ്. ഡീസലാണോ പെട്രോൾ ആണോ വരുന്നത്? ഡീസലാണ്. 2016 മോഡൽ. ഇതിന്റെ ഹൈലൈറ്റ് ആണ് മൈലേജ് തന്നെയാണ് അല്ലെ. ലോങ് ഡ്രൈവിൽ 24 വരെ മൈലേജ് കിട്ടുന്ന വാഹനമാണ്. SV ആണ് ഓപ്ഷൻ. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് ആൻഡ് സ്റ്റീരിയോ കാര്യങ്ങൾ, അതേപോലെ റിയർലി AC വെന്റ്, കമ്പനി അലോയ്സ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു വാഹനം. ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റും? 5 ലക്ഷം രൂപ ഫുൾ ഓൺ കൊടുക്കാം. 5 ലക്ഷം രൂപ ഫുൾ ഓൺ. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് ആണ്. കൂടെ തന്നെ നമുക്ക് മൈലേജ് നോക്കുന്നവർക്ക് 24 വരെ മൈലേജ് അല്ല. അടുത്ത ഒരു കിഡ്ല ഇന്നോവയാണ്. അഡീഷണൽ ആയിട്ട് നമുക്ക് അലോയ്സ് കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓൺഷിപ്പ് ഒറിജിനൽ കേരള. അത് നമുക്ക് ടൈപ്പ് 4 KL8 തൃശ്ശൂർ രജിസ്ട്രേഷന് അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് ഓൺഷിപ്പ് വാഹനം. ഇത് കിലോമീറ്റർ എത്രയായിരുന്നു? 75,000 കിലോമീറ്റർ. 100% ഗ്യാരണ്ടി പറയാം. അതായത് നമുക്ക് 1 ലക്ഷം താഴെ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ്. വെറും 75,000 കിലോമീറ്ററിൽ ഒറിജിനൽ കേരള സെക്കൻഡ് ഓൺഷിപ്പില് അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു വാഹനം. അസൽക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? 9 ലക്ഷം രൂപ കൊടുക്കാം. 9 ലക്ഷം രൂപ. ലോൺ ഏകദേശം 75 രൂപ 75 രൂപയുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്താണ് നമുക്കൊരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ചെറിയൊരു പ്രൈസിന് വാഹനം നോക്കുന്നവർക്ക് 15 മോഡൽ ഓൾട്ടോ കേട്ടണ് VXi. അതും നമുക്ക് കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ 70,000 കിലോമീറ്റർ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സെക്കൻഡ് അല്ല. 70,000 കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്കൊരു 3,000 കൊടുക്കാം. 3,000 ഒരു 30,000 ഇറക്കാം. 30,000 ഇറക്കാം. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന, അത് ഓട്ടോമാറ്റിക്കലി 70,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ആണത്. സെക്കൻഡ് ഓൺഷിപ്പ് വാഹനം. അടുത്തതാണ് നമുക്ക് വീണ്ടും ഒരു ഇപ്പൊ നമുക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓൾട്ടോ കേട്ടർ ആണ്. അതായത് നിലവിൽ നമുക്ക് 4 ലക്ഷത്തിന്റെ മുകളിൽ 5 ലക്ഷമൊക്കെ വരുന്നുണ്ട് അല്ലെ. ഓട്ടോമാറ്റിക് വണ്ടിയാണ് അല്ലെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 4,500 കിലോമീറ്റർ. ഇതെന്താ ഓടിയിട്ടില്ല അല്ലെ? ഓടാൻ മറന്ന വണ്ടിയാണ്. അപ്പൊ ഫുൾ ഫിറ്റിംഗ്സിൽ ഓട്ടോമാറ്റിക്കലി വെറും 4,000 കിലോമീറ്റർ പക്ക ഷോറൂം കണ്ടീഷൻ പറയാൻ പറ്റുന്ന വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 4,000 ഫുൾ ഓൺ കൊടുക്കാം. 4,000 ഫുൾ ഓൺ 4,000 ഓടിയ ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. അപ്പൊ അതാണ് നമുക്ക് നല്ലൊരു ബഡ്ജറ്റ് പ്രൈസിന് ഈ വാഹനം കൊണ്ടാവും. അടുത്താണ് നമുക്ക് ഡെയിലി യൂസിന് അതേപോലെ വലിയൊരു വാഹനം വേണമെന്നുള്ളവർക്ക് ഇതാണോ സ്വിഫ്റ്റ് VXi ഇല്ല. പെട്രോൾ ആണ്, VXi ആണ്. 2008-29 വരെ പേപ്പറിലുണ്ട്. എത്ര രൂപ കൊടുക്കാം? നമുക്ക് 1,60 കൊടുക്കാം. 1,60 സ്വിഫ്റ്റ് ഇട്ടോ. അതും 29 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആയിട്ടുള്ള VXi വണ്ടി. ഇതിനടുത്ത് ഡീസൽ വണ്ടി ഇല്ല. ഇതെങ്ങനെയായിരുന്നു സ്വിഫ്റ്റ്? 2007 മോഡല്. പേപ്പറൊക്കെ എങ്ങനെയായിരുന്നു? പേപ്പർ അടുത്ത വർഷം വരെ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,40. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 1,35 കൊടുക്കാം. 1,35 ഡീസൽ വണ്ടി കേട്ടോ. അടുത്താണ് വീണ്ടും നമുക്കൊരു ഡീസൽ സ്വിഫ്റ്റ് തന്നെയാണ്. 18-20 മൈലേജ് കിട്ടുന്ന വാഹനം. ഒരു ഓൾട്ടോയുടെ പ്രൈസിനൊക്കെ സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2010-2030 വരെ പേപ്പറിലുണ്ട്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 1,95 കൊടുക്കാം. 1,95 ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ നമുക്കൊരു 1-1.25 വരെ ചെയ്യാം. ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത തവണ നമുക്ക് ചെറിയ ബഡ്ജറ്റില് മെയിൻ്റെനൻസ് കുറവുള്ള ഒരു വാഹനം നോക്കുന്നു. ഓൾട്ടോ അല്ല. 2012 മോഡൽ ഓഫർ പ്രൈസിൽ 1,20 കൊടുക്കാം. 1,20 2012 പ്രൈസ് ഒക്കെ നോക്കുക. അതുകൊണ്ട് നമുക്കൊരു ബെസ്റ്റ് പ്രൈസിനാണ്. വെറും 1,20. സാധാരണ നമുക്ക് 1,40 ചോദിക്കില്ല പലയിടത്തും. മാർക്കറ്റ് പ്രൈസിലേക്ക് 10 രൂപ കുറച്ചിട്ടാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. 1,20 2012 ഓൾട്ടോ. അടുത്താണ് ഒരു റിഡ്സ് ഡീസൽ അല്ല വണ്ടിയായിരുന്നു. 2012 VDI സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര രൂപ കൊടുക്കാം? ഇത് നമുക്ക് 2,30 കൊടുക്കാം. 2,30 കേട്ടോ. അടുത്ത വീണ്ടും നമുക്കൊരു തവണ റിഡ്സ് തന്നെയാണ്. ഡീസൽ വണ്ടിയാണ്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങള്? 2011. നമുക്ക് 2,10 കൊടുക്കാം. 2,10 AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ,
അതേപോലെ തന്നെ നമുക്ക് ഏകദേശം 18-20 മൈലേജ് കിട്ടുന്ന വാഹനം. അടുത്ത ടയോട്ടന്റെ ഒരു പ്രീമിയം സെമി പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു വാഹനമാണ് യാരിസ്. അത് ഓട്ടോമാറ്റിക്കല് പക്ക ക്ലീൻ പീസിൽ അഡീഷണൽ ആയിട്ട് അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തൊരു വാഹനം. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2018 മോഡൽ 36,000 കിലോമീറ്റർ. ഓ ലോ കിലോമീറ്റർ ആണ്, ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 540 ഫുൾ ഓൺ കൊടുക്കാം. ഫുൾ ഓൺ കൊടുക്കാം. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, ഫുൾ ഓണിൽ കൊണ്ടാവും. അതും CVT ഓട്ടോമാറ്റിക്കല് ഇന്ത്യൻ സൈഡൊക്കെ നോക്കണേ പുതിയൊരു വാഹനത്തിന് അതേ ഫീൽ തന്നെ നമുക്ക് അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. അത്യാവശ്യം മൈലേജും നല്ല കംഫർട്ടൊക്കെ വരുന്നൊരു വാഹനം. വീണ്ടും നമ്മൾ ടയോട്ട വാഹനത്തിലേക്കാണ് പോകുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയർ ചെയ്യുന്ന ഒരു വാഹനമാണ് എത്തിയോസ് ലിവ പ്ലാറ്റിനം ടൈപ്പ്. 2017 പെട്രോൾ 45,000 കിലോമീറ്റർ. 45,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ വേണ്ടിട്ട് 45,000 ഓടിയ ലിവ. എത്ര രൂപ കൊടുക്കാം? 4 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ. എത്ര രൂപ ലോൺ ചെയ്യാൻ പറ്റുന്നത്? 30,000 സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലെ? അടുത്ത ടയോട്ടന്റെ ടാറ്റയുടെ ഓൾട്രോസ് 2021 പെട്രോള്. 2021 പെട്രോള്. സേഫ്റ്റിയുടെ കാര്യത്തിൽ 4 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 40,000 കിലോമീറ്റർ. 40,000 കിലോമീറ്റർ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 4 MB കൊടുക്കാം. 4 MB ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം നമുക്ക്. മാക്സിമം ഫുൾ ഓൺ ചെയ്യാം അല്ലെ? അടുത്തത് നമുക്ക് മാരുതിയിൽ ഒരു SUV നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ എസ്ക്രോസ് ആണ്. അതും നെക്സ ബ്ലൂവില് നല്ല പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു കിഡ്ലം വണ്ടി. ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ? ഡീസൽ. ഏതായിരുന്നു മോഡല്? 2018. ഓ ഹൈബ്രിഡ് അല്ലേ? അപ്പൊ 20 തന്നെ ലോങ് ഡ്രൈവിൽ 20-20 മുകളിൽ തന്നെ മൈലേജ് കിട്ടുന്ന വാഹനമാണ്. നല്ല ബോഡി ക്വാളിറ്റിയും പെർഫോമൻസും മൈലേജും കിട്ടുന്ന ഒരു ഡീസൽ വേരിയന്റ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.20. എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത്? നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാഹനം ചെയ്യാൻ പറ്റും. മൈലേജ് കിട്ടുന്ന ഒരു കിഡ്ലം വാഹനം അല്ലെ? ഏകദേശം ലോണൊക്കെ ഫുൾ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം അല്ലെ? അടുത്താണ് നമുക്ക് 4th ജനറേഷൻ സിറ്റി. അത് നമുക്ക് മൈലേജ് നോക്കുകയാണെങ്കിൽ 24 വരെ മൈലേജും ക്രൂസ് കൺട്രോളും ടച്ച് സ്ക്രീനർ. 40,000 കിലോമീറ്റർ 2017 വണ്ടി. 17 വണ്ടി. ആപ്പാടിലെ പക്ഷെ 4ാമത്തെ ഓണർഷിപ്പാണ്. 5,50,000 രൂപ കൊടുക്കുന്നത്. ഡീസൽ വണ്ടി. പെട്രോൾ വണ്ടി അല്ലേ? സോ നമുക്ക് നല്ല കംഫർട്ടാണ്. അതേപോലെ തന്നെ മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ടുള്ള വാഹനമാണ്. 540 ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓണും കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല വലിയൊരു വാഹനം ചെറിയൊരു പ്രൈസിൽ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ നമ്മളെ ബിട്ടോയിലാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം മഞ്ചേരി റൂട്ടിൽ പാണായി സൗദിപ്പടി നമ്മുടെ നയാര പമ്പറിൻ്റെ അടുത്തായിട്ടാണ് ബിട്ടോയ് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടോ. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന ഒരു വീഡിയോ കാണാം. റിയാസൻ അഫ്സൽക്ക സൈനിങ് ഓഫ്.